ഹലോ ഫ്രണ്ട്സ്, കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് ചുപ്പി മരിച്ചിനെയാണ്. നമ്മളെപ്പോഴും ചുപ്പി അവയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളെപ്പോഴും മരിച്ചിനിയായിരുന്നു, മനസ്സിലായ? അപ്പോൾ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. കാരണം ആ ഉപ്പ് ഊറിൽ, അതായത് ചുപ്പീൻ്റെ ഉപ്പ് ഇത് അതിൽ പിടിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും, മനസ്സിലായ? ഒരിക്കലും വേറെ വേറെ ഇട്ട് നമ്മൾ വേവിക്കാൻ പാടില്ല. അപ്പോൾ ചുപ്പിയും മരിച്ചിനും അവിച്ചതിന് ശേഷം ഇന്ന് ചുപ്പി കുറവാണ്, ഇത്രയും കിട്ടിയുള്ളൂ. പക്ഷെ വലിയ ചുപ്പിയാണ്, ഭയങ്കര ചതയാണ്. കണ്ട ഈ സൈസ് ഉണ്ടല്ലോ. ഇത് നമുക്ക് ചുപ്പി അവിച്ചതിന് ശേഷം നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ ഓക്കെ. നീ കളവ് നമ്മൾ അതിൽ വെച്ച് കൊടുക്കണം കേട്ടാ. ചുപ്പി അവിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. ചുപ്പി മരിച്ചിന് നമ്മൾ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഇരിക്കുക. അരമണിക്കൂർ വേണ്ട. ഇപ്പം മരച്ചിനിയും ചുപ്പിയായിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. ഇത് നല്ല വേവുള്ള മരച്ചിനെങ്കിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അകത്ത് ഇടുമ്പോൾ നമുക്ക് റെഡി ആയിട്ട് വരും. അപ്പോൾ വെന്ത് തീരുമ്പോൾ നമുക്ക് അതിൻ്റെ ഇത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ചുപ്പിയും മരച്ചിനിയും റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും നോക്കാം കേട്ടോ. ചുപ്പി റെഡി ആയിട്ടുണ്ട്, മരച്ചിനി റെഡി ആയിട്ടുണ്ട്. നല്ല അടാര ചുപ്പിയും മരച്ചിനിയാണ്. നമുക്ക് എങ്ങനെയാണെന്നൊന്ന് കഴിച്ച് നോക്കാം. ചുപ്പിയുടെ വലിപ്പം കണ്ട ഇത്ര മാത്രം സൈസ് എന്നറിയാം, വലുതാണ്. ഓഹ്, ചുപ്പി കണ്ട സൈസ് എന്ന് പറഞ്ഞാൽ അടാര സൈസാണ്. ഇതുപോലത്തുള്ള ചുപ്പികൾ വേണമെങ്കിൽ നമ്മളെ വിഴിഞ്ഞത്തൊന്നാൽ മതി, കിട്ടും ആവശ്യമുള്ളത്. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, കണ്ടാ ചുപ്പി കണ്ട. ചുപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടാരമായ ചുപ്പിയാണ്, ചുപ്പിയും മരിച്ചിനും. അപ്പോൾ ഇന്ന് ചുപ്പി ആർക്കെല്ലാം കിട്ടിയെന്ന് നമുക്ക് കമൻറ്റ് ചെയ്യണം. ഇത് നമ്മൾ വിഴിഞ്ഞത്തൊന്നാൽ വലിയ ചുപ്പി കിട്ടും, ചുപ്പിയും മരിച്ചിനിയ. കണ്ടാ ചുപ്പിയുടെ സൈസ് കണ്ട, വലിയ സൈസാണ് ചുപ്പി. ആണെങ്കിൽ ഒരു അവർക്ക്. അപ്പോൾ എന്നെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.